ആഗോളതലത്തിൽ ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യം ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. അതായത് ഐഡന്റിറ്റി രഹസ്യമായി വെച്ചുകൊണ്ട് മറ്റൊരു രാജ്യം ഇതാ ഇപ്പോൾ ഇന്ത്യയുടെ ആകാശ് 1S എയർ ഡിഫൻസ് സിസ്റ്റം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആകാശ് 1S എയർ ഡിഫൻസ് സിസ്റ്റം അർമേനിയയിലേക്ക് വിജയകരമായി കയറ്റുമതി ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യം കൂടുതൽ ശക്തമായിരിക്കുന്നത്. അർമേനിയയിലേക്കുള്ള ആകാശ് 1S ഇന്ത്യയുടെ ആദ്യ കയറ്റുമതി ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഏകദേശം 6000 കോടി രൂപയുടെ ഇടപാടായിരുന്നു ഇത്. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ പരിഹാരങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയുടെ ആത്മവിശ്വാസം പ്രകടമാക്കുക മാത്രമല്ല തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ വഹിക്കുകയും ചെയ്തു. ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ രാജ്യത്തിന്റെ ഐഡന്റിറ്റി രഹസ്യമായി തുടരുമ്പോൾ ഈ വികസനം ഇന്ത്യൻ പ്രതിരോധ ശേഷിയിൽ വളരുന്ന വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ആകാശ് 1S എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ഇടത്തരം ഉപരിതല വിമാന മിസൈൽ സംവിധാനമാണ് ആകാശ്. ശത്രു വിമാനങ്ങളെ ദീർഘദൂരങ്ങളിൽ നിന്ന് കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഏകദേശം 25 കിലോമീറ്റർ ചുറ്റളവിൽ ഫലപ്രദമായി ഇടപെടാനും ഇതിന് കഴിയും. ഈ സംവിധാനം 2014 ഇന്ത്യൻ എയർഫോഴ്സിലേക്കും 2015 ഇന്ത്യൻ ആർമിയിലേക്കും ഉൾപ്പെടുത്തി. യഥാർത്ഥ ആകാശ് സംവിധാനത്തിന്റെ വിപുലമായ ഒരു ആവർത്തനമാണ് ആകാശ് 1S പ്രതിനിധീകരിക്കുന്നത്. മെച്ചപ്പെടുത്തിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനും ഇടപഴകുന്നതിനുമായി മെച്ചപ്പെട്ട സീക്കർ സാങ്കേതിക വിദ്യ ഇതിലുണ്ട്. ഉയർന്ന ഉയരവും താഴ്ന്ന താപനിലയും പോലുള്ള വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും ഈ പതിപ്പിന് ഏത് ദിശയിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ കഴിയും. ഇൻബൗണ്ട് ലക്ഷ്യങ്ങളെ കൂടുതൽ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന സീക്കറുള്ള ഒരു മിസൈലിനെ ഇന്ത്യൻ സായുധ സേനയിൽ ആവശ്യമുയർന്നിരുന്നു. ഇതിനായി DRDO ആകാശ് മിസൈലിന്റെ ആകാശ് 1S എന്ന നവീകരിച്ച പതിപ്പ് വാഗ്ദാനം ചെയ്തു. ഒഡീഷയിലെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് 60 കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ ശേഷിയുള്ള 30 കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ചുള്ള ആകാശ് 1S 2019 മെയ് 25, 27 തീയതികളിൽ DRDO പരീക്ഷിച്ചു. 18 മുതൽ 30 കിലോമീറ്റർ വരെ അകലെയുള്ള യുദ്ധ വിമാനങ്ങളെയും ഡ്രോണുകളെയും തകർക്കാൻ ഇതിന് കഴിയും. ഇത് വ്യോമ പ്രതിരോധത്തിനുള്ള ഒരു ബഹുമുഖ ആസ്തിയാക്കി മാറ്റുന്നു. റഷ്യൻ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കാതെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദേശ സൈനികരിൽ നിന്നാണ് കൂടുതൽ താല്പര്യം കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആകാശ് 1Sലുള്ള ഈ വർദ്ധിച്ചു വരുന്ന താല്പര്യം ആഗോള പ്രതിരോധ വിപണിയിലെ ഒരു പ്രധാന കളിക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ ഉദയത്തെയാണ് അടിവരയിട്ട് കാണിക്കുന്നത്. ഇന്ത്യ ആകാശ് 1S പോലുള്ള നൂതന പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത് തുടരുമ്പോൾ ലോകവേദിയിൽ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വിശ്വസനീയവും മത്സരാധിഷ്ഠിതവുമായ വിതരണക്കാരൻ എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം സ്ഥിരമായി ശക്തിപ്പെടുത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.